പ്രവാസ ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തെയും സാമ്പത്തിക ആസൂത്രണങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായക മാറ്റമാണ് ജൂലൈ 1 മുതൽ നിലവിൽ വന്നിരിക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദേശ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ നിരക്കുകൾ വലിയ തോതിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാസി സമൂഹത്തിന് മേൽ ഇത്തരമൊരു സാമ്പത്തിക ഭാരം വന്നു ചേരുന്നത് എന്നതിനാൽ ഇത് പ്രവാസ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കേവലം ഒരു നിരക്ക് വർധന എന്നതിനപ്പുറം UAE-യിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളുടെ ഔദ്യോഗിക കോൺസുലർ സേവന ദാതാക്കളുടെ പൂർണ്ണമായും മാറ്റുന്ന ഒരു വലിയ ഭരണപരമായ പരിഷ്കാരത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി അരങ്ങേറുന്നത്. പുതിയ വിപണി സാഹചര്യങ്ങളും ആഗോളതലത്തിലെ നിരക്ക് ഏകീകരണവും സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളുടെ പോക്കറ്റ് ചോർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പുതിയ അറിയിപ്പ് പ്രകാരം മുതിർന്നവർക്കുള്ള സാധാരണ 36 പേജുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിനും പുതിയത് എടുക്കുന്നതിനും ഇനി മുതൽ മുൻപത്തേക്കാൾ വലിയ തുക ചെലവഴിക്കേണ്ടി വരും. മുൻപ് 285 ദിർഹം മാത്രമായിരുന്ന ഈ സേവനത്തിന് ഇനി മുതൽ 450 ദിർഹമാണ് അടിസ്ഥാന നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 60% വർധനവാണ് ഈ ഒരൊറ്റ വിഭാഗത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാത്രകൾ അധികം ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന 60 പേജുള്ള വലിയ പാസ്പോർട്ടുകളുടെ നിരക്ക് 380 ദിർഹത്തിൽ നിന്നും 630 ദിർഹമായി ഉയർന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പാസ്പോർട്ട് സ്വന്തമാക്കാൻ ആശ്രയിക്കുന്ന തൽക്കാൽ സംവിധാനത്തിന്റെ നിരക്കുകളും കുത്തനെ കൂട്ടിയിട്ടുണ്ട്. തൽക്കാൽ വഴി 36 പേജ് പാസ്പോർട്ടിന് 900 ദിർഹവും 60 പേജ് പാസ്പോർട്ടിന് 1080 ദിർഹവും നൽകണം. ഏറ്റവും വലിയ തുക ഈടാക്കുന്നത് പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ പുതിയത് എടുക്കുന്നതിനാണ്. ഈ വിഭാഗത്തിൽ സാധാരണ അപേക്ഷകൾക്ക് പോലും 900 ദിർഹം മുതൽ 1080 ദിർഹം വരെ നൽകേണ്ടി വരുമ്പോൾ തൽക്കാൽ അപേക്ഷകർക്ക് അത് 1350 ദിർഹം മുതൽ 1530 ദിർഹം വരെയായി വർദ്ധിക്കും. മുതിർന്നവരുടെ നിരക്കുകളിൽ ഉണ്ടായ വലിയ മാറ്റം കുട്ടികളുടെ പാസ്പോർട്ട് നിരക്കുകളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ 36 പേജുള്ള പാസ്പോർട്ട് സാധാരണ രീതിയിൽ പുതുക്കാൻ മുൻപ് 190 ദിർഹം ആയിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ 325 ദിർഹം നൽകണം. ഇവരുടെ തൽക്കാൽ അപേക്ഷകൾക്ക് 775 ദിർഹമാണ് പുതിയ നിരക്ക്. എന്നാൽ ഇതിനിടയിലും ചെറിയൊരു ആശ്വാസമായി 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർ 10% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇതോടെ ഇവർക്ക് സാധാരണ അപേക്ഷകൾക്ക് 295 ദിർഹവും തൽക്കാലിന് 700 ദിർഹവും നൽകിയാൽ മതിയാകും. എന്നാൽ ഈ ആനുകൂല്യം പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നും പഴയത് പുതുക്കുന്നവർക്ക് ഇത് ബാധകമല്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പാസ്പോർട്ട് സേവനങ്ങൾക്ക് പുറമെ സാധാരണ പ്രവാസികൾക്ക് തൊഴിൽപരമായും വിസ ആവശ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് റദ്ദാക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ നിരക്കുകൾ 95 ദിർഹത്തിൽ നിന്ന് 145 ദിർഹമായി വർദ്ധിപ്പിച്ചു. ഈ അനുബന്ധ സേവനങ്ങൾക്ക് തൽക്കാൽ സംവിധാനം ലഭ്യമാകില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ നിരക്ക് വർധനവിനൊപ്പം തന്നെ UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾ വലിയൊരു ഭരണപരമായ മാറ്റത്തിനും സാക്ഷ്യം വഹിക്കുകയാണ്. വർഷങ്ങളായി പാസ്പോർട്ട് വിസ സേവനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന BLS ഇന്റർനാഷണൽ, SGVS ഗ്ലോബൽ എന്നീ ഏജൻസികളുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പുതിയ സേവന ദാതാക്കളായി അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് ചുമതലയേറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകൾ എന്ന പേരിൽ UAE-യിലെ 7 എമിറേറ്റുകളിലുമായി 16ഓളം കേന്ദ്രങ്ങളാണ് അൽഹിന്ദ് സജ്ജീകരിച്ചിരിക്കുന്നത്. മുൻപ് പാസ്പോർട്ട് ആവശ്യങ്ങൾക്കും രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നതിനുമായി പ്രവാസികൾക്ക് 2 വ്യത്യസ്ത ഏജൻസികളെ സമീപിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇനി മുതൽ എല്ലാ സേവനങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ശക്തമായ മത്സരത്തിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 19 ദിർഹം സർവീസ് ചാർജ് രേഖപ്പെടുത്തിയാണ് അൽഹിന്ദ് ഈ കരാർ സ്വന്തമാക്കിയത്. എങ്കിലും സർക്കാർ നിശ്ചയിച്ച പുതിയ അടിസ്ഥാന നിരക്കുകൾക്ക് പുറമെ ഈ സർവീസ് ചാർജും പ്രവാസി ക്ഷേമ നിധിയും അപേക്ഷകർ വെവ്വേറെ നൽകേണ്ടി വരുമെന്നതിനാൽ ആകെ ചെലവ് വീണ്ടും ഉയരും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ പാസ്പോർട്ട് ഭേദഗതി നിയമങ്ങളുടെ ഭാഗമായാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ ഒരേ സമയം ഈ നിരക്ക് വർധന നടപ്പിലാക്കിയിരിക്കുന്നത്. ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള പുതിയ പാസ്പോർട്ട് അച്ചടിയുടെ ചെലവുകളും കഴിഞ്ഞ 14 വർഷത്തിനിടയിലുണ്ടായ പണപ്പെരുപ്പവുമാണ് ഈ വർധനവിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും ഇടത്തരം വരുമാനക്കാരായ പ്രവാസികളെയും കുടുംബമായി UAE-യിൽ കഴിയുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്നുള്ള വർധനവ് വലിയൊരു സാമ്പത്തിക ഭാരമാണ് വരുത്തിവെക്കുന്നത്. പ്രത്യേകിച്ചും 4-5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും പാസ്പോർട്ടുകൾ ഒന്നിച്ച് പുതുക്കേണ്ടി വരുമ്പോൾ അതവരുടെ മാസ ബജറ്റിനെ പാടെ തെറ്റിക്കും. കോൺസുലാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഡിജിറ്റലൈസ് ചെയ്യാനും ഈ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രവാസികളിൽ നിന്നുള്ള പണം ഈടാക്കുന്നതിൽ കാണിക്കുന്ന ഈ വലിയ വർധനവിന് ആനുപാതികമായി സേവനങ്ങളുടെ ഗുണനിലവാരവും വേഗതയും വർദ്ധിപ്പിക്കുമോ എന്നതാണ് പ്രവാസി സമൂഹം ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പുതിയ കേന്ദ്രങ്ങളിലെ അപേക്ഷാ നടപടികൾ എത്രത്തോളം സുഗമമായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പരിഷ്കാരത്തിന്റെ യഥാർത്ഥ വിജയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.